നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ 20 ഇംഗ്ലീഷ് 10 മലയാളം. ഇത് വിഇഒ 2019 പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിലവാരമുള്ള 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളും 10 മലയാളം ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, either my father or my mother dash coming to meeting. അപ്പോൾ either or ആണ് ഇവിടുത്തെ യൂസേജ് എന്ന് പറയുന്നത്. either orന്റെ റൂൾ എന്താണ്? either or യൂസ് ചെയ്തിട്ട് രണ്ട് നൗൺസിനെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ നൗണിന് അനുസരിച്ചായിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം. അപ്പൊ അത് ഐദർ ഓർ ആയാലും നൈദർ നോർ ആയാലും ഇവയിൽ രണ്ടാമത്തെ ഭാഗത്തിനനുസരിച്ച് വെർബ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ മൈ മദർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആണ് ആൻസർ. ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഇത് രണ്ടും വരത്തില്ല. ഏതാ ഉത്തരം? ഈസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, it was the dash dress I had ever bought. It was the dash dress I have ever bought. ഏറ്റവും വില കുറഞ്ഞത് എന്ന അർത്ഥത്തിലാണ്. ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞത്. അപ്പൊ ഏതാണ്? ചീപ്പസ്റ്റ്. പിന്നെ സൂപ്പർലേറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ദാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ചീപ്പസ്റ്റ്, ദ ചീപ്പസ്റ്റ് ഡ്രസ്. അടുത്ത ചോദ്യം, if that is the case dash I am not surprised about what is happening. If that is the case dash I am not surprised about what is happening. അതാണ് കാര്യമെങ്കിൽ എനിക്ക് നടന്നതിൽ ഒരു സർപ്രൈസും ഇല്ല. എങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്നുള്ള മീനിങ്ങിൽ then ആണ് ഇവിടെ ഉത്തരം വരുന്നത്. If that is the case then I am not surprised about what is happening. അടുത്ത ചോദ്യം, have you had a discussion about dash to go to the movies or not? Have you had a discussion about dash to go to the മൂവീസ് ഓർ നോട്ട്? പോകണോ വേണ്ടയോ? അപ്പൊ നിങ്ങൾക്ക് മൂവിക്ക് പോകണോ വേണ്ടയോ എന്ന ഒരു ഡിസ്കഷൻ ഉണ്ടായോ എന്നാണ്. അതായത് പോകണോ വേണ്ടയോ എന്ന അർത്ഥത്തിൽ ഇവിടെ ഏതാ യൂസ് ചെയ്യാനുള്ളത്? വെദർ. അപ്പൊ ഹാവ് യു ഹാഡ് എ ഡിസ്കഷൻ അബൌട്ട് വെദർ ടു ഗോ ടു മൂവീസ് ഓർ നോട്ട്. അടുത്ത ചോദ്യം, രാമു യൂഷ്വലി ഡാഷ് ഫുട്ബോൾ ഇൻ ദ ഈവനിങ്. അപ്പൊ യൂഷ്വലി വരുമ്പോഴത്തേക്കും സിമ്പിൾ പ്രസന്റൻസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. രാമു എന്ന് പറയുന്ന സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലേസ് ആണ്. ഡസ് പ്ലസ് പ്ലേസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ നല്ലൊരു സുവർണ അവസരം തന്നെയാണ്. LDC മെയിൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 28 ഒരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ 10th ലെവൽ LGS മെയിൻസിന് വേണ്ടി ഒരു 55 ഡേയ്സ് ബാച്ച് കോഴ്സും സെപ്റ്റംബർ 28 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ക്ലാസ്സുകളാണ്. മൻസൂർ അലി കാപ്പുങ്കൽ സാർ അടക്കമാണ് ഇതിനകത്ത് ക്ലാസ്സുകൾ നയിക്കുന്നത്. കൂടാതെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ ബിഗിനേഴ്സിന് വേണ്ടി 200 ഡേ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെപ്റ്റംബർ 29 രണ്ടാമത്തെ ബാച്ചാണ്. അപ്പോൾ ഈ കോഴ്സുകളെല്ലാം ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടിൽ കിട്ടുന്നതാണ്. കൂടാതെ റിസർച്ച് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടും ഇപ്പോൾ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 2 മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്. ഈ ഓഫർ സെപ്റ്റംബർ 30th വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, ഐ ആം ടു ടയേർഡ്. ഐ ആം ടു ടയേർഡ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ടാഗ് ആണ്. ആം ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. അപ്പൊ ആം വരുമ്പോൾ എന്താണ്? ആറിൻറ്റ് ഐ. ആറിൻറ്റ് ഐ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഹി കിൽഡ് 2 പാരറ്റ്സ് ഡാഷ് 1 സ്റ്റിക്ക്. അവൻ 2 തത്തകളെ വടി ഉപയോഗിച്ചു കൊന്നു, അല്ലെങ്കിൽ വടി കൊണ്ട് കൊന്നു. അപ്പൊ വിത്താണ്, ഒരു സാധനം കൊണ്ട് വിത്താണ് അവിടെ വരേണ്ടത്. ഇഫ് യു ഹാഡ് റീഡ് ദ പേപ്പർ യു ഡാഷ് സീൻ ദ അഡ്വർടൈസ്മെന്റ്. ഹാഡ് റീഡ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. അപ്പോൾ വുഡ് ഹാവ് സീൻ, യു ഹാവ് സീൻ ദ അഡ്വർടൈസ്മെന്റ്. ഓക്കെ.
അടുത്തത് as we drove down the countryside we saw a dash of sheep gazing in the fields. അപ്പോൾ ഷീപ്പിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? flock of sheep. അടുത്ത ചോദ്യം the correctly spelled word below is. ആക്സസറിയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്താണ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, കാരണം ഉത്തരം ഇല്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് വരേണ്ടത് ACCESSORY ആണ് ആക്സസറി. ഓക്കെ. അടുത്ത ചോദ്യം ദ ആന്റോണിം ഓഫ് സ്റ്റാർട്ടിൽഡ്. സ്റ്റാർട്ടിലിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ ഞെട്ടുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ റിലാക്സ്ഡ് ആണ് ഉത്തരം. റിലാക്സ്ഡ്. ദ സിനോണിം ഓഫ് ഓഗസ്റ്റ്. ഓഗസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിഗ്നിഫൈഡ്. എന്താണ്? നോബിൾ, കുലീനമായ എന്ന അർത്ഥത്തിലാണ് ഓഗസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഡിഗ്നിഫൈഡ്, കുലീനമായ. My friend has given me a lot of dash over the years. I think he wants me to use it to write to him. അപ്പൊ നമ്മൾ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെ, മെറ്റീരിയൽസ് ഫോർ റൈറ്റിംഗ് എന്താ പറയാ? സ്റ്റേഷനറി. ERY ആണ് സ്റ്റേഷനറി. ഓക്കെ. അടുത്തത് he dash his property to the trust. അവൻ അവന്റെ സ്വത്തുകൾ ആ ട്രസ്റ്റിന് എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, വിതരണം ചെയ്തു. ഗേവ് എവേ. ഗിവ് എവേയുടെ പാസ്റ്റ് ഗേവ് എവേ. അടുത്തത് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. നിരീശ്വരവാദി. എത്തീസ്റ്റ് ആണ് നിരീശ്വരവാദി. ഹി മെയ്ഡ് എ ഫ്യൂ ഇൻട്രൊഡക്ടറി റിമാർക്സ് ഡാഷ് ദ കൺസേർട്ട് ബിഗാൻ. അപ്പൊ കൺസേർട്ട് തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ കച്ചേരി തുടങ്ങുന്നതിന് മുന്നേ അവൻ കുറച്ച് ഇൻട്രൊഡക്ടറി റിമാർക്സ് നടത്തി. അപ്പൊ എന്താണ്? ബിഫോർ ദ കൺസേർട്ട് ബിഗാൻ, തുടങ്ങുന്നതിന് മുൻപ്. അടുത്തത് ഷീ വിസിറ്റ്സ് ഹർ ഫാദർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? സെൽഡം അല്ലെങ്കിൽ വെരി റെയർലി, വളരെ അപൂർവമായ എന്ന അർത്ഥത്തിലാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 2002. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിനെയാണ് പറയുന്നത്. പോയിന്റ് ഓഫ് ടൈമിനെ പറയുവാണെങ്കിൽ സിൻസ്. പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഇപ്പം ഫോർ 7 years, അത് 4 ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് ഒരു ഇയർ തന്നിട്ടുള്ളത് കൊണ്ട് സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ അണ്ടർലൈൻഡ് ഫ്രേസ്. ദ മാൻ ടു ഹൂ ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. ഞാൻ വീട് വിറ്റ അയാൾ ഒരു ചീറ്റ് ആയിരുന്നു. അപ്പോൾ ടു ഹൂ അല്ല, ടു ഹൂം ആണ്. ടു ഹൂം ഐ സോൾഡ്. ആർക്കാണോ വീട് വിറ്റത് അയാൾ. അപ്പോൾ ദ മാൻ ടു ഹൂം ഐ സോൾഡ് മൈ ഹൗസ് വാസ് എ ചീറ്റ്. അവസാനത്തെ ചോദ്യം രാജു വോർ എ വൈറ്റ് ഷർട്ട്. ഇതിന്റെ പാസീവ് വോയിസ് ആണ് എഴുതാനുള്ളത്. അപ്പൊ രാജു വോർ എ വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ നമ്മൾ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ സബ്ജക്ട് പ്ലസ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ആയിരിക്കും. വാസ് ഓർ വെയർ പ്ലസ് V3. അപ്പൊ ഈ വൈറ്റ് ഷർട്ട് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് വാസ് ചേർത്തു. വാസ് പ്ലസ് V3. അപ്പോൾ എ വൈറ്റ് ഷർട്ട് വാസ് വോൺ ബൈ രാജു. ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പൊ ഇത്രയാണ് 20 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഇനി നമുക്ക് മലയാളം ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണം ഏത്? അപ്പോൾ തദ്ധിതം എന്ന് പറയുമ്പോൾ തന്മാത്രാ തദ്ധിതം ഇവിടെ തന്നിട്ടുണ്ട്. തം, ത്വം, തരം, തനം, മാ. ഇതുകൊണ്ട് അവസാനിക്കുന്നത് തന്മാത്രാ തദ്ധിതമാണെന്ന് ഞാൻ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇവിടെ അടിമത്തമാണ് ഉത്തരം. അപ്പൊ അടിമത്തം തദ്ധിതത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആദേശസന്ധി എന്ന് പറയുമ്പോൾ 2 വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം പോയി ആ സ്ഥാനത്ത് ആ ദേശത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുക. അപ്പോൾ ഈ വിണ്ടലമാണ് ഇവിടെ ആദേശസന്ധി. വിൺ പ്ലസ് തലം, വിണ്ടലം. അതാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായ പദം ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം സന്നിഗ്ധമാണ്. സന്നിഗ്ധം. തലമുടിക്ക് പര്യായം അല്ലാത്തത് ഏത്? തലമുടിക്ക് പര്യായം അല്ലാത്തത് വാണിയാണ്. വാണി. വേണി തലമുടി, ചിഗുരം തലമുടി, കേശം തലമുടി. ഓക്കെ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. ബാക്കി 3 തെറ്റാണ്. നാട്ടിൻപുറങ്ങൾ പണ്ടുകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു തെറ്റാണ്. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമർത്ഥമായിരുന്നു അതവിടെ മിസ്റ്റേക്ക് ആണ്. നാട്ടിൻപുറങ്ങൾ പണ്ടുകാലത്ത് നന്മകൾ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പണ്ടുകാലത്ത് അത് തെറ്റാണ്. നമ്മൾ പഴയ കാലത്ത് എന്നുള്ള യൂസേജ് ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം
താഴെ കൊടുത്തിരിക്കുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കൃതി ഏതാണ്? ദുരവസ്ഥ, പിങ്കള, കർണഭൂഷണം, കൊച്ചുസീത. ഏതാണ്? കൊച്ചുസീതയാണ് വള്ളത്തോളിന്റെ കൃതി. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? CV രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏത്? അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. അടുത്തത്, കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏതാണ്? കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മരിക്കുക, ടു ഡൈ എന്നുള്ള മീനിങ് ആണ്. അവസാനത്തെ ചോദ്യം, ദ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് സ്റ്റാർട്ടഡ് ടു ഷോ ഇറ്റ് സൈൻ ഇൻ ദ ഫോം ഓഫ് ഡ്രൗട്ട്, ഐസ് മെൽറ്റിംഗ് എക്സെട്ര. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്തൊക്കെ ലക്ഷണങ്ങൾ കൊണ്ടാണ് പ്രകടമാകുന്നത് അതാണ് എഴുതാനുള്ളത്. തർജിമ. അപ്പോൾ the climate change has started to show its sign in the form of drought, ice melting, etc. വരൾച്ച, മഞ്ഞുരുകൽ എന്നിവയിലൂടെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. അപ്പോൾ വരൾച്ച, മഞ്ഞുരുകൽ എന്നിവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് 10 മലയാളം ചോദ്യങ്ങൾ, 20 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. വീണ്ടും കാണാം. താങ്ക് യു.